സ്മൃതി, ഇതിൽ മൊത്തം ദുരൂഹതയാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗത്യന്തരമില്ലാതെ നമ്മൾ പുളിമാത്തെ വീട്ടിൽ പോകുന്ന സമയത്ത് വന്ന് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ സ്വകാര്യതയുടെ അന്തസ്സ് മാനിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അയാൾ ചെയ്തു കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുമ്പോൾ ദുരൂഹത ഏറുന്നു എന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടുതൽ സംശയത്തിൻ്റെ നിഴലാവുന്നു. അതേസമയം തന്നെ ആ സമയത്ത് 2019 ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് PS പ്രശാന്ത് പറയുന്നു. അത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ് എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. ഇപ്പോൾ അത് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം ഇതാണ്, ഒരു CBI അന്വേഷണം വേണ്ടേ എന്നുള്ളതാണ്. പാളിയിൽ പാളിയോ? പാളിയിൽ പാളിയിട്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പുകാരനാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ആദ്യം പറഞ്ഞു വന്നത് ഞാൻ ശബരിമലയ്ക്ക് കൊടുത്ത പീഠം കാണാനില്ല എന്നുള്ളതാണ്. 3 പവൻ സ്വർണം പൂശിയ പീഠം. ആ പീഠം എന്നുള്ളത് അവിടെ പാകമാകാത്ത പീഠമായിരുന്നു. അദ്ദേഹം തന്നെ അത് തിരിച്ചു കൊണ്ടുപോയതാണ്. ആ പീഠം അവിടെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ദേവസ്വം ബോർഡിനും അതിൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അത് അപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അത് തിരിച്ചു കൊണ്ടുപോയി ഈ പറയുന്ന സഹായി വാസുദേവനെ ഏൽപ്പിച്ച് അത് സഹോദരിയുടെ വീട്ടിൽ വെച്ചിരുന്ന സാധനമാണ്. എന്നിട്ട് അദ്ദേഹം പരസ്യമായി പറയുകയാണ് പീഠം, ശബരിമലയ്ക്ക് കൊടുത്ത പീഠം കാണാനില്ല എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടിട്ട് ദേവസ്വം ബോർഡ് വിജിലൻസിനെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ കോടതി സ്വയം ഏറ്റെടുത്ത കേസാണ്. ഈ പറയുന്ന ഒരു കള്ള ആരോപണം ഒരാൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ടുവന്നപ്പോൾ അതിന്മേൽ പടിപടിയായി പല കാര്യങ്ങളായി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇനി ഇടതുപക്ഷത്തെ സംബന്ധിച്ചായാലും സർക്കാരിനെ സംബന്ധിച്ചായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചായാലും എന്താണ് ഇതിനൊരു പ്രതികരണമായി വന്നുകൊണ്ടിരുന്നത്? ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ നടത്തിയ ഒരു പ്രതികരണം, ആ സമയത്ത് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഗൂഢോദ്ദേശത്തോടു കൂടിയാണ്. ആ ഗൂഢാലോചനയിൽ മറ്റാർക്കൊക്കെയോ പങ്കുണ്ട് എന്ന രൂപത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് ഈ സ്വർണ്ണപ്പാളി ഇയാൾ കൈവശം നന്നാക്കാൻ കൊടുത്തത് തെറ്റായി പോയി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇന്നത്തെ ദിവസം എത്തിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ എന്നുള്ളതാണ്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ എന്തിനാണ് നടത്തിയിരുന്നത്? വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കാൻ. ആ വിശ്വാസികളുടെ വിശ്വാസത്തിന് എന്താ പറയുക, മുറിവേൽക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനൊന്നും കൃത്യമായ മറുപടിയില്ല. ഇപ്പോൾ ഈ പറയുന്ന PS പ്രശാന്ത് എല്ലാത്തിനും ഉത്തരവാദിയൊന്നുമല്ല. PS പ്രശാന്ത് വന്നിട്ട് അല്പകാലമേ ആയിട്ടുള്ളൂ. ഈ പറയുന്ന 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് എത്തുന്നത്. അയാളവിടെ പൂജാരിയുടെ പരികർമ്മിയായിട്ടാണ് അവിടെ എത്തുന്നത്. പിന്നെ അറിയുന്നത് അദ്ദേഹം സ്പോൺസറാവുന്നു, സ്പോൺസർമാരെ എത്തിക്കുന്ന ഇടനിലക്കാരനാകുന്നു. ഈ രൂപത്തിൽ വളരെ പെട്ടെന്ന് വളർച്ചയുണ്ടാവുകയാണ്. 2019 അവിടെ നിന്നും ഈ സ്വർണ്ണപ്പാളി അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളി. അപ്പോൾ ആ സ്വർണം പൂശിയത് അല്പം മങ്ങിപ്പോയപ്പോൾ അത് നേരെയാക്കാൻ ഈ പറയുന്ന സ്പോൺസറെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സ്പോൺസർ അത് കൊണ്ടുപോകാൻ പാടില്ല, അവിടെ ക്ഷേത്ര പരിസരത്തിൽ വെച്ച് മാത്രമേ അത് നന്നാക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ശബരിമല മാനുവലിൽ പറയുന്നത്. ആ മാനുവലിന് വിരുദ്ധമായി കൊണ്ടുപോകുന്നു. അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയിട്ട് 39 ദിവസം അത് കാണാനില്ലായിരുന്നു. അപ്പോൾ 39 ദിവസം എന്താണ് അത് തിരികെ എത്താത്തത് എന്നുള്ളൊരു ആശങ്ക ആർക്കും ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്ന ആളാണല്ലോ, തിരികെ എത്തിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അത് കൊണ്ടുപോയത് എവിടേക്കായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നു ബംഗളൂരുവിലേക്കാണ് കൊണ്ടുപോയത്. ബംഗളൂരിൽ കൊണ്ടുപോയിട്ട് അവിടെ അദ്ദേഹം മുൻപ് പൂജാരിയായിരുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇത് ഞാൻ ശബരിമലയിൽ വെക്കാൻ പോകുന്ന വാതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ കാണിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഭക്തരൊക്കെ അവിടെ വന്ന് അതിനെ ഒന്ന് വാതിലിനെ തൊഴുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മളവിടെ കേൾക്കുന്നത് എന്താണ്? അയാളൊരു വട്ടിപ്പലിശക്കാരനാണ്, ബ്ലേഡുകാരനാണ്. പലിശക്കാരൻ എന്ന നിലയ്ക്ക് അറിയുന്നു. സ്പോൺസർമാരെ ഈ സ്പോൺസർമാരെ കൊണ്ടുവരുന്നു, വലിയ സമ്പന്നരായ ഭക്തരെയൊക്കെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളൊരു സ്വയം സമ്പന്നനായി തന്നെ അവിടെ സ്വയം അവതരിപ്പിക്കുകയും എന്നിട്ട് അവിടെ ഈ പറയുന്ന അന്നദാനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് 6 ലക്ഷം, അവിടെ അങ്ങനെയാണ് 6 ലക്ഷമാണ് കൊടുക്കേണ്ട അന്നദാനത്തിന്. 6 ലക്ഷം രൂപ കെട്ടിവെച്ച് അന്നദാനം നടത്തുന്നു. ബാക്കിയുള്ള സ്പോൺസർമാരിൽ നിന്നും അന്നദാനത്തിന് എന്ന് പറഞ്ഞാൽ അതിലും വലിയ തുക മേടിക്കുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അതിന് പങ്ക് കച്ചവടക്കാരുണ്ടോ, കൂട്ടുകൃഷിക്ക് വേറെ ആൾക്കാരുണ്ടായിരുന്നോ നമുക്കറിയില്ല. അതിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത്. ഉറപ്പായിട്ടും ഒരു കാര്യമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മളോട് ഈ പറഞ്ഞ ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ഭാരവാഹി നമ്മുടെ ഒപ്പം ചർച്ചയിൽ വിശ്വംഭരൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് അവിടെ ഈ 30 വർഷം മുമ്പ് അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്നു, ശാന്തിക്കാരനായിരുന്നു അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതിൻ്റെ കാരണം അദ്ദേഹം നമ്മളോട് പറയുന്നില്ല. ഒരുപക്ഷെ ഈ വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ ആ കാരണം പറയുമായിരിക്കും. എന്തായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശം? വിശ്വാസികളുടെ വിശ്വാസം നേടലാണ്. ആ വിശ്വാസം നേടലാണ് ഇപ്പോൾ പോറലേറ്റിരിക്കുന്നത്. ആ പോറലേൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കള്ള ആരോപണം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആ കള്ള ആരോപണത്തിന് പിന്നാലെ പടിപടിയായി പുറത്തു വന്നിരിക്കുന്ന
വിവരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം വിജയ് മല്യ 98-ൽ സ്വർണം നൽകുന്നു. വിജയ് മല്യ ഒരു പൊങ്ങച്ചക്കാരനാണല്ലോ. അദ്ദേഹം ചെന്നൈയിലും ക്ഷേത്രത്തിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അദ്ദേഹം അങ്ങോട്ട് വിശദീകരിച്ചു. ഇതിലൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് മുഴുവൻ പത്രങ്ങളിലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെ സ്വർണം പൂച്ചി എന്നതിൻ്റെ അടക്കം വിവരങ്ങൾ അന്നത്തെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ 30 കിലോയിലധികം സ്വർണം നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ 30-ലധികം കിലോ നൽകിയ സ്വർണം അതുമായി ബന്ധപ്പെട്ട ആ രേഖകളൊന്നും ഇപ്പോൾ അവിടെ ഇല്ലത്രേ. അതാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം. അതായത് സ്വർണം ചെമ്പായി എന്ന് പറയുമ്പോൾ അതിന് രേഖകളില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഈ രേഖകൾ വെക്കേണ്ടത്. അവിടെ ആ രേഖകളില്ല. തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെയും രേഖകളില്ല എന്ന് പറയുന്നു. അപ്പോൾ ക്ഷേത്ര ഉരുപ്പടികൾ കണക്കില്ല. എന്താണുള്ളത്? ഈ പൊതികളുടെ എണ്ണം മാത്രമാണ് അവിടെ ഉള്ളത്. ഇത്ര പൊതി സാധനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള മാത്രമാണ്, അല്ലാതെ ഉരുപ്പടികളുടെ കണക്കില്ല. അപ്പോൾ അത് എവിടെയുള്ള വീഴ്ചയാണ്? അത് വീഴ്ചയാണോ ബോധപൂർവം രേഖപ്പെടുത്താത്തതാണോ? ഇനി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം പൂശിയ പാളി നന്നാക്കാൻ കൊടുക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പു പാളി എന്നാണ്. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് രേഖപ്പെടുത്തുന്നില്ല. തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ കോടതി ഇപ്പോൾ 4.5 കിലോയുടെ കണക്ക് പറയുമ്പോൾ അളവെടുത്ത ശേഷം 4.5 കിലോയുടെ കണക്ക് പറയുന്നത് ഇപ്പോൾ ആ 4.5 കിലോ നഷ്ടപ്പെട്ടത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന് പറയുകയാണ്. ഇതങ്ങനെ ഒരു കാര്യം. ഇനി ഈ മാനുവൽ അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള ആരോപണം ഉയരുമ്പോൾ ഇവിടെ പത്മകുമാർ പറയുന്നു, എല്ലാം മാനുവൽ അനുസരിച്ചാണോ ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ നിന്ന് പലരും, ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പലരും മാനുവലിന് വിരുദ്ധമായി വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അതല്ലല്ലോ വിഷയം ഇവിടെ അത് മറ്റൊരു വിഷയമായിരിക്കാം. പക്ഷെ ഇപ്പോൾ പരിശോധിക്കേണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് മാനുവൽ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ഭക്തിയോടുകൂടി അവിടെ സമർപ്പിക്കുന്നത്, ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. അതിന്മേൽ എന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ? ആ മോഷണം നടത്തുന്നത് ഈ പറയുന്ന ജീവനക്കാർ മാത്രമാണ്. കോടതി അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കോടതി ഇതിൽ ഇപ്പോൾ ഈ റിട്ടയർഡ് ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ കണക്കെടുക്കണമെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കണക്കെടുത്ത ശേഷം അതിൻ്റെ ഒരു വിവരങ്ങളും ജീവനക്കാർക്ക് നൽകരുത് എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ കോടതിക്ക് ഇതിൽ വിശ്വാസമില്ല. ഇതിൽ ഈ 2019 മുതലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ 99 മുതലുള്ള അന്വേഷിക്കട്ടെ എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അത് കോടതി പറഞ്ഞാണെന്നേ. കോടതി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. 99 മുതൽക്കുള്ള രജിസ്റ്ററിലെ രേഖകൾ കാണുന്നില്ല എന്ന് കോടതി പറഞ്ഞു. അതേതാണ് പറയുന്നത്? ഈ വിജയ് മല്യയുടെ കേസാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ ഇല്ല. ഇനി ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ 2019 മുതൽ ആരൊക്കെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ളത്? പത്മകുമാർ ആയിട്ടുണ്ട്, അനന്തഗോപനായിട്ടുണ്ട്, ഇപ്പോൾ പ്രശാന്ത്. ഈ 3 പേരാണ്. അതിനു മുമ്പുള്ള കാലത്ത് പരിശോധനയിലേക്ക് പോകേണ്ടതായ തെളിവുകൾ വന്നാൽ ഉറപ്പായിട്ടും പോകേണ്ടതാണ്. പക്ഷേ നിലവിൽ നമ്മുടെ മുന്നിലുള്ള 2019 മുതലുള്ള വീഴ്ചകളാണ്. അപ്പോൾ എന്താണോ ഈ ആഗോള അയ്യപ്പ സംഘം കൊണ്ട് ഉദ്ദേശിച്ചത്, അതിൽ ഇപ്പോൾ തിരിച്ചടിയാകുന്ന രൂപത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിൽ ഈ വിശ്വാസം ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ശബരിമലയുടെ കാര്യത്തിൽ എന്നാണ് ഇവിടെ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ വിശ്വാസികൾക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ NSS ജനറൽ സെക്രട്ടറിയും അദ്ദേഹം പ്രതികരിക്കേണ്ടതാണ്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ ഞാൻ പറയില്ല. വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടല്ലോ സർക്കാർ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നത്. അത് മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടും ഈ വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട് കേസെടുക്കാത്തതിലൊക്കെ ഉള്ളൊരു വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയെടുത്തുന്നു. പക്ഷേ NSS ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുകയാണ്. ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായം NSSൽ നിന്ന് തന്നെ ഉയരുകയും ഇപ്പോൾ ഒരു 23 പ്രതിഷേധങ്ങളെങ്കിലും ആയിട്ടുണ്ടാകും ഇന്നത്തേത് അടക്കം കണക്കാക്കുമ്പോൾ. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നതും വോട്ടാണല്ലോ, വിശ്വാസികളാണല്ലോ. അത് ഈ പറയുന്ന NSSൻ്റെ ആ ഒരു ഘടനയുമായി ബന്ധപ്പെട്ട് NSSൽ ജനറൽ സെക്രട്ടറിയുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ ആ 300 പേരിൽ ഒതുങ്ങുന്നു. പുറത്ത് അങ്ങനെയല്ല എന്നുള്ള തെളിവുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ NSS ജനറൽ സെക്രട്ടറി ഉറപ്പായിട്ടും പ്രതികരിക്കേണ്ടതാണ്. ശക്തമായ പ്രതികരണങ്ങൾ കുറേ കാലത്തിന് ശേഷം അദ്ദേഹം നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉറച്ച നിലപാടെടുക്കുന്ന NSS ജനറൽ സെക്രട്ടറി ഉറപ്പായിട്ടും ഇതിൽ പ്രതികരിക്കേണ്ടതാണ്. Meet the editors.